ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിസൈൻ പോയിന്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ എങ്ങനെ നമുക്കൊരു ബ്രോഷർ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ pixellab എന്ന ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇതിലും ഭംഗിയായിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾ ബ്രോഷർ ഡിസൈൻ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ടൈമുകൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് pixellab ഓപ്പൺ ചെയ്യാം. ഒരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇമേജ് സൈസിൽ പോയിട്ട് അതിൻ്റെ വിഡ്ത്ത് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് 1880 കൊടുക്കുക. ഓക്കെ, അതിന് ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഈ ഒരു കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഗ്രിഡ് ഒന്ന് ഓപ്പൺ ആയി കൊടുത്താൽ നമുക്ക് 2 പേജ് കറക്റ്റായിട്ട് മനസ്സിലാവും. ആദ്യമായിട്ട് ഒരു ഷേപ്പിൽ പോയിട്ട് ഒരു സർക്കിള് ഒരു കളർ കൊടുത്തതിന് ശേഷം റൈറ്റ് സൈഡിൽ ടോപ്പ് സൈഡിലായിട്ട് കൊണ്ട് വെച്ച് കൊടുക്കേണ്ടതാണ്. ഓക്കെ, സെൻറ്ററിൽ ലൈൻ നോക്കിയിട്ട് നമുക്ക് 2 പേജും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമതൊരു സർക്കിൾ എടുത്തിട്ട് അതിൻ്റെ കളറ് വൈറ്റാക്കി കൊടുക്കുക. തൊട്ട് മുകളിലായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഷേപ്പിൽ പോയതിന് ശേഷം ഒരു ബോർഡ് ചെറുതാക്കിയിട്ട് ഉടച്ചു കൊടുക്കുക. ആദ്യം ബാക്ക്ഗ്രൗണ്ട് ടെംപ്ലേറ്റ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കി ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു കളർ തന്നെ ഈ ഒരു സർക്കിളിനും കൊടുക്കുക. ഒന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ആ സർക്കിളിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ കളറ് വൈറ്റാക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് ആ സർക്കിളിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കിയിട്ട് കറക്റ്റ് അലൈൻ ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, അടുത്ത ഒന്നുകൂടെ ഷേപ്പിൽ പോയതിന് ശേഷം ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് പുതിയൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് അതിൻ്റെ റേഡിയസ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഈ കളർ സെലക്ട് ചെയ്യുക, താഴത്തായിട്ട് ലെഫ്റ്റ് സൈഡിൽ വെച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റ് വെറുതെ ഒന്നിങ്ങനെ വെച്ചെടുക്കണുള്ളൂ. നമ്മുടെ ഫോണ്ടും ടെക്സ്റ്റും കാര്യങ്ങളും വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനൊക്കെ ഉണ്ട്. ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ആ ഒരു സർക്കിൾ ഒന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് കളർ എടുക്കുക. ലെഫ്റ്റ് സൈഡിൽ തന്നെ ടോപ്പ് സൈഡിൽ കൊണ്ടുപോയി വെച്ചെടുക്കുക. അതിൻ്റെ ആ ഒരു ഡോട്ടിൽ വലിച്ചിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഷേപ്പ് ഒന്ന് വലുതാക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അടുത്ത് നമുക്ക് ടെക്സ്റ്റ് ചെയ്യാം. എന്താ ബെസ്റ്റ്. ഓക്കെ, നിങ്ങളുടെ കോളേജിൻ്റെ പേരോ സ്കൂളിൻ്റെ പേരോ എന്താണ് നിങ്ങൾ പോസ്റ്റർ ചെയ്യണത് ആ ഒരു മാറ്റർ കൊടുക്കുക. അവിടെ എക്സാമ്പിളായിട്ട് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ദ ബെസ്റ്റ് എന്നുള്ളതിന് വേറെ കളറും എഡ്യൂക്കേഷന് വേറെ കളറും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. രണ്ടിൻ്റെ ഫോണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. പോസ്റ്റർ ചെയ്യുമ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള കളറുകൾ തന്നെ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് കളർ കിട്ടുള്ളൂ കാണാൻ. എഡ്യൂക്കേഷനിൽ കുറച്ച് വലുതാക്കിയിട്ട് ദ ബെസ്റ്റ് ഒന്ന് ചെറുതാക്കിയിട്ട് തൊട്ട് മുകളിലായിട്ട് കറക്റ്റ് വെച്ച് കൊടുക്കുക. ഗ്രിഡ് ലൈൻ നോക്കിയിട്ട് അലൈൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് സൈസ് കിട്ടും. നമ്മൾ ഈ ബ്രോഷറിലൂടെ എന്താണ് ആൾക്കാർ കൈമാറുന്നത്, എന്താണ് നമ്മൾ വിഷയം, എന്താ മാറ്റർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഞാൻ ഈ ഒരു വേർഡ് തന്നെ ഫുള്ളായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ വേർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരഗ്രാഫ് പോലെ കുറച്ച് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എഡ്യൂക്കേഷനിൽ താഴെ നമ്മളൊരു മാറ്റർ ആയിട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, അതെല്ലാം ചെയ്തു. ഒന്നുകൂടി കോപ്പി എടുത്തതിന് ശേഷം അടുത്ത് നമ്മൾ വെബ്സൈറ്റിൻ്റെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എഡ്യൂക്കേഷൻ സെൻറ്ററിന് .com ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. സൂം ചെയ്തതിന് ശേഷം കറക്റ്റ് അലൈൻ ചെയ്ത് കൊടുക്കുക. ഈ ഗ്രിഡ് വേണമെങ്കിൽ നമുക്ക് അലൈന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പൊസിഷനൊക്കെ മൂവിൽ കറക്റ്റ് അലൈൻ തെറ്റാതെ കൊടുക്കുക. ഇത് ഷേപ്പിൽ പോയിട്ടൊരു സർക്കിൾ എടുത്തിട്ട് കളർ ചേഞ്ച് ചെയ്യുക. നല്ലോണം ചെറുതാക്കിയതിന് ശേഷം
ആ ഒരു ഇമെയിലിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ചെറിയൊരു ഡോട്ടായിട്ട് വെച്ചെടുക്കാം. അടുത്ത ടെക്സ്റ്റിൽ പോയതിനു ശേഷം ഒരു ഇമേജ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് ആ ഒരു പൊസിഷൻ കറക്റ്റാക്കിയിട്ട് അതിൻ്റെ സ്കെയിലൊന്ന് കൂട്ടി കൊടുക്കുക, ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഡ്രാഗ് ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും. നമ്മളൊരു ഫോട്ടോക്ക് അനുസരിച്ചിട്ട് ഡ്രാഗ് ചെയ്ത് സൈസ് കറക്റ്റാക്കിയിട്ട് അവിടെ വെച്ചെടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ സർക്കിളിൽ ടെക്സ്ചറിൽ പോവുക, മറ്റൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക, ആവശ്യമുള്ള ഭാഗം മാത്രമായിട്ട് ക്രോപ്പ് ചെയ്തതിന് ശേഷം ടിക്ക് കൊടുക്കുക. ഓക്കെ, ആ ഒരു കളർ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടാണ് ആ കളറൊന്ന് ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ ഓക്കെ, സ്കെയിൽ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു ടെക്സ്റ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഫുൾ റേസ് ചെയ്തതിന് ശേഷം ഫോർ ദ ഗ്രേറ്റസ്റ്റ് എഡ്യൂക്കേഷൻ, ആദ്യം ഇത് മാത്രമായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഫസ്റ്റ് ഫോണ്ട് ചേഞ്ച് ചെയ്യുക. ഏരിയലിൻ്റെ ബോർഡ് ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം റൊട്ടേറ്റ് ടൂൾ എടുക്കുക, വേണ്ട പോലെ ആംഗിൾ കറക്റ്റായി കൊടുക്കുക. അതിനുശേഷം രണ്ടാമതൊന്നുകൂടെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഡാർക്ക് ബ്ലൂ കളർ സെലക്ട് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടെ ഡാർക്ക് ആക്കാം. ഓക്കെ, ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ഫുള്ളി റേസ് ചെയ്യാം. എഡ്യൂക്കേഷൻ ഇൻ ടൗൺ ചെയ്ത് ഓക്കെ, അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കുക. കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. സൈസ് മേലത്തെ ഒന്ന് ചെറുതായി കൊടുക്കുക. ഓക്കെ, സൂം ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി വൃത്തിയായിട്ട് നമുക്ക് ചെയ്യണ വർക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ആംഗിൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് നമുക്ക് അതിലൊരു ഷേപ്പ് ആഡ് ചെയ്യാണ്ട് മൂന്നാമത്തെ ഓപ്ഷനിൽ പോയി ഷേപ്പിൽ പോയതിന് ശേഷം ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ വിഡ്ത്ത് ഒന്ന് കുറച്ചിട്ട് ഈ ഒരു ഷേപ്പ് രൂപത്തിലാക്കി എടുക്കുക. ഈ കളർ സെലക്ട് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, റൊട്ടേറ്റ് ചെയ്യുക, ഒന്ന് ചെറുതായി കൊടുക്കുക, വെച്ച് കൊടുക്കുക, ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അങ്ങനെ 3 ലെയറാക്കിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം സൈസ് ചെറുതാക്കിയിട്ടും റൊട്ടേറ്റ് ചെയ്തിട്ടും ഇതുപോലെ വെച്ച് കൊടുക്കുക. ഓക്കെ, അത് 3 പാടെ മെർജ് ചെയ്യുക, ഒരൊറ്റ ലെയറായിട്ട് കിട്ടും. അത് സൈസ് ചെറുതാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൊണ്ട് വെച്ച് കൊടുക്കുക. നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചെയ്തതാണ്. അതുപോലെ നിങ്ങളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ഒന്നുകൂടെ പോസ്റ്ററിനെ ഉഷാറാക്കി എടുക്കുക. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് മൂവ് ചെയ്തിട്ട് അതിൻ്റെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് റൊട്ടേറ്റ് ചെയ്ത് വെച്ചെടുക്കുക. സോ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ആംഗിൾ കറക്റ്റ് ചെയ്തിട്ട് നോർമലായി കൊടുക്കുക. എഡിറ്റിൽ പോയതിന് ശേഷം ഷോർട്ട് ഹിസ്റ്ററി കൊടുക്കുക. ഷോർട്ട് ഹിസ്റ്ററി ഓക്കെ കൊടുക്കുക. സൈസ് ചെറുതാക്കിയിട്ട് ഫോണ്ട് ബോൾഡ് ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. ആ ഒരു ലെയർ തന്നെ ആ ഒരു ടെക്സ്റ്റിൽ ഒന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് തൊട്ട് താഴെ ഓഫ് യുവർ എഡ്യൂക്കേഷൻ കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഷേപ്പ് എടുത്തതിന് ശേഷം ലൈന് പോലെ അതിൻ്റെ അടിയിലിട്ട് കൊടുക്കുക. ഈ ഒരു കളറിൽ തന്നെ വിടുത്ത് തീരെ പറ്റില്ല, ചെറിയൊരു വിടുത്തിൽ
അവിടെ നിന്ന് വെച്ചെടുക്കുക. ഓക്കെ, നമ്മൾ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് ചെറിയൊരു ഹിസ്റ്ററി അതിൻ്റെ ഇടയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിനെ പറ്റിയിട്ട് എന്താണ് ഒരു മാറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അപ്പുറത്തുള്ള ആ ഒരു ലെയർ തന്നെ ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഫോണ്ടും സൈസും കാര്യങ്ങളൊന്നും മാറ്റേണ്ടി വരില്ല. ഷോർട്ട് ഹിസ്റ്ററി ഓഫ് യുവർ എഡ്യൂക്കേഷൻ ഇത് തന്നെ കോപ്പി ചെയ്തിട്ട് കുറച്ച് ജസ്റ്റ് വെറുതെ പേസ്റ്റ് ചെയ്തിടുന്നുണ്ട്, ഒരു പാരഗ്രാഫ് പോലെ. ഓക്കെ, ഈ ഒരു മാറ്റർ നമ്മൾ കൊടുത്തല്ലോ, ഫോർ ദ ഗ്രേറ്റസ്റ്റ് എഡ്യൂക്കേഷൻ സിറ്റി ടൗൺ എന്നുള്ളത്. ജസ്റ്റ് ആ ഒരു 3 ലെയറും മെർജ് ചെയ്യുക. മെർജ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ സ്കെയിൽ ചെയ്ത് ചെറുതാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊന്നുകൂടെ നമ്മുടെ പേജിൽ സ്പേസ് കിട്ടും. മെർജ് ചെയ്താൽ പെട്ടെന്ന് ഒറ്റ ഒബ്ജക്റ്റായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഓരോ ഒബ്ജക്റ്റായിട്ട് എങ്ങനെ വേണമെങ്കിൽ അതുപോലെ ചെയ്യാം. അതുപോലെ നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു 2 ലെയറുകൾ ഇമേജുകളുണ്ടല്ലോ, അതും ഇതുപോലെ തന്നെ നമുക്ക് മെർജ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ചെറുതാക്കിയാൽ നമുക്ക് ഒന്നുകൂടി ആ സൈഡിലും പേജ് കുറച്ച് സ്പേസ് കിട്ടും. അപ്പോൾ ഈ ഒരു 4 ലെയർ മെർജ് ചെയ്തതിന് ശേഷം നോക്കി എടുക്കുക. ഇപ്പോൾ അതൊറ്റ ഒബ്ജക്റ്റായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ സൈസ് ചെറുതാക്കാനും വേണ്ട ഭാഗത്തേക്ക് നീക്കി വെക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ അവിടെ സ്പേസ് കിട്ടി. ജസ്റ്റ് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ എന്നുള്ളതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അനിമേഷൻ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടെക്സ്റ്റ് ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മളെ കോൺടാക്റ്റേഴ്സ്, നമ്മുടെ ഡീറ്റെയിൽസ്, നമ്പർ, ഇമെയിൽ കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കോണ്ടാക്റ്റ് അസ് 2 ഡോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ എടുക്കുക. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വൈറ്റ് കളറാക്കുക. സൈസ് ചെറുതാക്കിയിട്ട് അതിൻ്റെ ബോൾഡിൽ പോയതിന് ശേഷം സ്റ്റൈലിൽ പോയിട്ട് 2 ലൈൻ കൊടുക്കുക. ഓക്കെ, സൈസ് കറക്റ്റ് ചെറുതാക്കിയിട്ട് വെച്ചെടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് കോൺടാക്റ്റിൻ്റെ ഇമെയിലിൻ്റെ നെറ്റ്വർക്കിൻ്റെയൊക്കെ PNG ആഡ് ചെയ്യാം. അപ്പോൾ ഈ മെറ്റീരിയൽസ് ഫുള്ളായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവർക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ടെക്സ്റ്റൊക്കെ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം അത് നീക്കിയിട്ട് ആവശ്യമുള്ള ഭാഗം മാത്രം പുറത്തേക്ക് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്കൊക്കെ ഏകദേശം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി പോസ്റ്റർ ഒന്നുകൂടി നമുക്കൊന്ന് സൂപ്പറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഒന്ന് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു സർക്കിൾ എടുത്തിട്ട് കളർ കൊടുത്തു, ഓക്കെ എടുത്തു. ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇതിൽ ഒന്നുകൂടി സൂപ്പറായിട്ട് സെറ്റായിട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫോണ്ടിൻ്റെയും കാര്യങ്ങൾ താഴത്തേക്ക് 2 ബാക്ക് കൊടുക്കുക. ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ ഓരോ സർക്കിളായിട്ട് ഇങ്ങനെ വെച്ചെടുക്കുക. ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് വെക്കുക, അതുപോലെ ഈ സൈഡിലൊന്ന് വെച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ എനിക്കതൊരു വൃത്തിയായിട്ട് തോന്നി, നിങ്ങളുടെ ഐഡിയക്ക് ഒരു സൂപ്പറായിട്ട് ചെയ്യാം. ഓക്കെ,
ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും നമ്മുടെ വീഡിയോൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.